കഴിഞ്ഞ ദിവസം വരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തലങ്ങും വിലങ്ങും പിണറായിയെ വിമർശിക്കുന്ന തിരക്കിലായിരുന്നു CPM സഖാക്കൾ. ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും തോൽവിയുടെ പഴി മുഴുവൻ കെട്ടത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പാർട്ടിയെ തകർത്തത് പിണറായിയും MV ഗോവിന്ദനും ചേർന്ന നേതൃത്വമാണെന്നും പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകണമെന്നും വരെ എത്തി വിമർശനങ്ങൾ. എന്നാൽ ഒരൊറ്റ ED റെയ്ഡ് പാർട്ടി നേതാക്കളെയും അണികളെയും ഒരു നൂലിൽ കോർത്തിണക്കിയിരിക്കുന്നു. മാസപ്പടി കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ED പിണറായിയുടെയും മരുമകൻ മുഹമ്മദ് റിയാസിന്റെയും വസതികളിൽ റെയ്ഡ് നടത്തിയത്. പിണറായിയുടെ കണ്ണൂരിലെയും ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരത്തെയും വീടുകൾ, മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കൂട്ടുളിയിലെ വീട് എന്നിവിടങ്ങളിൽ റെയ്ഡ് നടന്നു. രാവിലെ 8:30 ആരംഭിച്ച റെയ്ഡ് 5 മണിക്കൂറിലധികം നീണ്ടു. റെയ്ഡ് വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ 3 ഇടങ്ങളിലും പ്രമുഖ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ഒഴുകിയെത്തി തടിച്ചുകൂടി. EDക്കും മോദിക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കി. 3 ഇടങ്ങളിലും പ്രവർത്തകരുടെ പ്രതിഷേധം പലപ്പോഴും സംഘർഷത്തിന് കാരണമായി. തിരുവനന്തപുരത്തെ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ പുറത്ത് മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, V ജോയി MLA തുടങ്ങിയ നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തിയത് പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിച്ചു. റെയ്ഡ് നീണ്ടതോടെ ആൾക്കൂട്ടം ഗേറ്റ് തള്ളിത്തുറന്ന് അകത്ത് കയറാൻ ശ്രമിച്ചത് പോലീസുമായി ഏറ്റുമുട്ടലിന് കാരണമായി. കല്ലും കുപ്പികളും വലിച്ചെറിഞ്ഞും അരിശം തീർത്തു. ലാത്തി ചാർജിലേക്ക് പോകേണ്ടിയിരുന്ന സാഹചര്യം മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് ശാന്തമാക്കിയത്. റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ വാഹനത്തിൽ കയറിപ്പോയത് ഏറെ പാടുപെട്ടാണ്. കോഴിക്കോട് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ പ്രായമായ അച്ഛനെയും അമ്മയെയും തടവിലാക്കി നടത്തിയ റെയ്ഡ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഇവിടെ റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞു. കയ്യേറ്റമുണ്ടാകുമോ എന്ന ആശങ്കയിലായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ. ഒടുവിൽ അവിടെയും പോലീസ് ഇടപെട്ട് സംഘർഷം ഒഴിവാക്കി. ജീവനും കൊണ്ട് ഉദ്യോഗസ്ഥർ ഓടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് വാർത്തയ്ക്ക് പിന്നാലെ മുതിർന്ന നേതാക്കളെല്ലാം പുറത്ത് തമ്പടിച്ചു. P ജയരാജൻ, MV ജയരാജൻ, KK രാഗേഷ്, KK ശൈലജ തുടങ്ങിയ നേതാക്കളാണ് പ്രതിഷേധത്തിന് മുന്നിൽ നിന്നത് എന്നത് വിഷയത്തെ എത്ര ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത് എന്നതിന്റെ സൂചനയാണ്. ഇതിലും വലിയ വേട്ടയാടലുകൾ നേരിട്ടവനാണെന്നെഴുതിയ ഫ്ലെക്സുകൾ ഉയർത്തി അണികൾ പിണറായിക്ക് പിന്തുണ അറിയിച്ചു. പിണറായിയുടെ മകൾ വീണ വിജയനെതിരായ കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ED റെയ്ഡ് എന്നത് സഖാക്കൾക്കും അറിയാം. മകൾ പിണറായിക്കൊപ്പമാണ് താമസം എന്നതിനാൽ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്തേ മതിയാകൂ. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് എന്ന വാർത്ത എത്ര പെട്ടെന്നാണ് പാർട്ടി അണികളിൽ വിപ്ലവ വീര്യം പടർത്തിയത് എന്ന് നോക്കൂ. ആരും ആഹ്വാനം ചെയ്യാതെ നിമിഷങ്ങൾക്കകം സംഘടിത ശക്തിയായി അവർ മാറി. പിണറായിയെ ലക്ഷ്യമിടുന്നത് പാർട്ടിയെ തകർക്കാനാണ് എന്നാണ് സംസ്ഥാന സെക്രട്ടറി മുതൽ അണികൾ വരെ ഒരേ ശബ്ദത്തിൽ ഇന്ന് പറഞ്ഞത്. അതായത് പാർട്ടി എന്നാൽ പിണറായിയാണെന്ന് അവർ വീണ്ടും ആവർത്തിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്ന് സഖാക്കൾ വിമർശിക്കുന്ന അതേ പിണറായി. അതാണ് പിണറായിയുടെ പവർ.